സുഹൃത്തുക്കളെ, 80 to 90 ജനിച്ചവർക്ക് ഇപ്പോൾ ഏകദേശം ഒരു 35 to 45 വയസ്സായി കാണും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റോ അല്ലെങ്കിൽ ഒരു ചിപ്സ് പാക്കറ്റോ ഇതൊക്കെ കിട്ടിയിരുന്നത് മാസത്തിലൊരിക്കയോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേ നമ്മൾ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എല്ലാ ദിവസവും ചിപ്സും സോഫ്റ്റ് ഡ്രിങ്ക്സും എല്ലാ ദിവസവും ഐസ്ക്രീമും ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് മേടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ പഴയതിനേക്കാൾ പൈസയൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ചേഞ്ച് ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളിപ്പോൾ മോശമാക്കിക്കൊണ്ടിരിക്കുക. ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ്, ഈ ചിപ്സും ബിസ്ക്കറ്റും പാക്കറ്റിൽ വരുന്ന ഈ ഐറ്റംസും അതുമാതിരി തന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും ഇതെല്ലാം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നിങ്ങൾക്ക് നല്ല 100% ഉറപ്പുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും പല സോഷ്യൽ മീഡിയകളിലൂടെയും പല വീഡിയോകളിലൂടെയൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തു നിന്ന് ഭക്ഷണം വാങ്ങിക്കാൻ എല്ലാവർക്കും നല്ലോണം പൈസ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ലത് വാങ്ങിച്ച് കഴിക്കാനോ അതിനൊന്നും ആരുടെ പൈസ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ പൈസ ഉണ്ടാക്കിയത് മൊത്തം നിങ്ങളുടെ ആരോഗ്യം മോശമാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാലോ അവർ പറയും, അയ്യോ ഇപ്പോഴൊക്കെ രോഗം എല്ലായിടത്തും ഉണ്ട്, എല്ലാവരുടെയും പ്രശ്നങ്ങളാണ്, എല്ലാവരുടെയും അതാണ്. ആരും അവരെന്താ കഴിക്കുന്നത് ഇതൊന്നും ആരും അവരുടെ തെറ്റ് മനസ്സിലാക്കുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു രൂപ പോലും ആരോഗ്യത്തിന് വേണ്ടി ചിലവാക്കാതെ നിങ്ങളുടെ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് ആരോഗ്യം കിട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടാനാ? സുഹൃത്തുക്കളെ, ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഭൂമിയിൽ എത്ര ദിവസം നിങ്ങൾ ജീവിച്ചിരുന്നു എന്നതല്ല, ഈ ഭൂമിയിൽ നിങ്ങൾ എത്ര ദിവസം ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നു എന്നതിലാണ് കാര്യം. അപ്പോൾ എല്ലാവർക്കും ഒരു ആരോഗ്യകരമായ ജീവിതം നേരുന്നു. താങ്ക് യു.